5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു അധ്യാപകനുണ്ട്. കുട്ടികൾ തെറ്റിക്കാൻ പാടില്ല, വികൃതി കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അധ്യാപകൻ അന്ന് തന്നെ ഒരു പ്രേതമായിട്ട് എന്നെ ബാധിച്ചിരുന്നു എന്നുള്ളതിന് തെളിവായിട്ടാണ് ഞാൻ ഈ വഴി ദേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കാൻ അന്ന് പ്രത്യേകം ശ്രദ്ധിച്ചത്. കുറേ അടി കൊണ്ട ശേഷം എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, വീരാൻകുട്ടി നീ കുറേ കാലം കഴിഞ്ഞിട്ട് മാഷാവുന്നത് ഞങ്ങൾ ഇപ്പോഴേ തല്ലുകൊള്ളണോ? നീ കുറെ കാലം കഴിഞ്ഞിട്ട് മാഷായിക്കോ, അത് ഇപ്പോഴേ ഞങ്ങൾ തല്ലുകൊള്ളണോ എന്ന് എൻ്റെ സുഹൃത്ത് CK ബാലനോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, നീ അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, ശരിക്കും പഠിക്കണം, ക്ലാസ്സിൽ ശരിക്കും ശബ്ദമില്ലാതെ ഇരിക്കണമെന്നൊക്കെ അപ്പോഴും ഞാൻ മാഷായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അധ്യാപകനായത്. പക്ഷേ ജോലിയിൽ നിന്ന് യാത്ര പറഞ്ഞതിന് ശേഷം നമ്മളതിന് വിരമിക്കുക എന്നാണ് പറയാം. പക്ഷെ ആ വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല. കാരണം പെൻഷൻ പറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു രസമില്ല ഭാഷാ പ്രയോഗം. ഞാൻ പറയാ സേവനാനന്തര കാലത്തേക്ക് പ്രവേശിച്ചു എന്നാണ്. ഇതൊരു അധ്യാപക സേവന രംഗത്തായിരുന്നു ബാബുരാജ് മാഷ് അടക്കം. ആ സേവനകാലം കഴിഞ്ഞിട്ട് സേവനാനന്തര കാലത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പെൻഷൻ പറ്റി എന്ന് പറയണ്ട, ഞാനിപ്പോൾ എൻ്റെ സേവനാനന്തര കാലത്ത് കഴിയുകയാണ് എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് പ്രായമൊക്കെ കുറച്ച് കുറയും. എനിക്ക് 63 വയസ്സായി. 63